കരുതലോടെ കളിച്ച് കത്തിക്കയറിയ ഇന്നിങ്സ് ആയിരുന്നു കാലിക്കറ്റ് ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മലിൻ്റേത്. നന്നായി കളിക്കാനായതിൽ വളരെ സന്തോഷമെന്ന് രോഹൻ ജനൻ ടിവിയോട് പറഞ്ഞു. നന്നായി പന്തെറിഞ്ഞ ബൗളർമാർ അഭിനന്ദനം അർഹിക്കുന്നു. തുടരെ 4 സിക്സുകൾ അടിച്ചപ്പോൾ അടുത്ത 2 പന്ത് കൂടി സിക്സിന് ശ്രമിച്ചു നോക്കിയെന്നും രോഹൻ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം പറഞ്ഞു. ജനം എക്സ്ക്ലൂസീവ്. VS കൃഷ്ണരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നൊരു അടിപൊളി കളി കണ്ടു. സെഞ്ചുറി തലനാരിഴയ്ക്ക് നഷ്ടമായ താരം രോഹൻ കുന്നുമ്മൽ നമുക്കൊപ്പം ചേരുന്നു. രോഹൻ 8 സിക്സർ 6 4 94. ഇന്ന് നല്ല മൂഡിലായിരുന്നല്ലോ. ഇന്ന് നല്ല വിക്കറ്റ് ആയിരുന്നു. കുറച്ചുകൂടെ എനിക്ക് സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ്സ്മാർ കുറച്ചുകൂടെ ഫേവറബിൾ ആയിരുന്നു. സോ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ആൻഡ് എനിക്കൊന്ന് ബോളേഴ്സ് ഭയങ്കര ഉഗ്രനായിട്ട് ചെയ്തു ഫസ്റ്റ് ഇന്നിങ്സ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ്സ്മാർക്ക് ഇത്ര ഈസി ആയത്. ഹരികൃഷ്ണൻ, വിഘ്നേഷ്, സ്കറിയ, ഇബ്നു, അക്കിൻ എല്ലാവരും അവരുടെ റോൾ ഉഗ്രനായിട്ട് ചെയ്തു. സോ സെക്കൻഡ് ഇന്നിങ്സ് വരുമ്പോൾ ലോ ടാർഗറ്റിന് നമുക്ക് കുറച്ചുകൂടെ ബാറ്റ്സ്മാർക്ക് ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റി. എന്നാലും തുടക്കത്തിൽ ജലജ് കുറച്ച് പ്രഷർ ഉണ്ടാക്കി. അപ്പോൾ സമർത്ഥമായി കളിച്ചു. സിംഗിൾസ് എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അഖിൽ സ്കറിയയും രോഹനും ചേർന്ന്. പിന്നീട് എപ്പോഴാണ് അടി തുടങ്ങണമെന്ന് തോന്നിയത്? അല്ല, ജലജ് ഭായ് നന്നായിട്ട് അറിയുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം. സോ ജലജ് ഭായ്ക്ക് വിക്കറ്റ് കൊടുക്കാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടെ സേഫ് ആവും. ബാക്കിയുള്ള ബോളേഴ്സിന് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 10 ഓവർ കഴിഞ്ഞപ്പോൾ തോന്നി ഇപ്പോൾ ഗിയർ മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രഷർ റിലീസ് ആവും തോന്നി. അങ്ങനെ ഒരു ഓവറിലൊരു ചാൻസ് എടുത്തു. ഇറ്റ് വർക്ക്. പിന്നെ 4 സിക്സറുകൾ തുടരെ അടിക്കുന്നു. അപ്പോൾ അടുത്ത 2 ബോളും അടിക്കണമെന്ന് വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും കിട്ടുകയാണെങ്കിൽ അടിക്കണം എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. സ്ഥാനത്ത് 2 ബോൾ കിട്ടിയില്ല, നന്നായിട്ട് എറിഞ്ഞു. സോ കുഴപ്പമില്ല, ഹാപ്പി വിത്ത് 4 സിക്സസ്. ഒരു 25% കളി പൂർണ്ണമാകുമ്പോൾ രോഹൻ്റെ തലയിലാണ് ഓറഞ്ച് ക്യാപ്പ്. അതിൽ എന്താണ് പ്രതികരണം? ലൈക്ക് ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല ചേട്ടാ. നമുക്ക് കളി ജയിക്കണം, കപ്പടിക്കണം, ഇത് മാത്രമേ നമുക്ക് മാറ്റർ ചെയ്യുന്നുള്ളൂ. അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. അവസാനം നമ്മളെ റിസൾട്ട് വരുമ്പോൾ ടീം ജയിക്കുകയോ ഇല്ലയോ അത് മാത്രമേ ചോദ്യമുള്ളൂ. സോ ജയിക്കുകയാണെങ്കിൽ റിയലി ഹാപ്പി. ഇന്നിപ്പോൾ രോഹൻ മാൻ ഓഫ് ദി മാച്ച് വാങ്ങുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എന്താ ചേട്ടാ സന്തോഷം? രോഹന് മാൻ ഓഫ് ദി മാച്ച് തന്നാരാ? അത് എൻ്റെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. ചേട്ടൻ്റെ നിന്ന് വാങ്ങാൻ സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷം. ചേട്ടൻ ഇനിയും വരിക, എല്ലാവരും ഇനിയും ഓരോ ദിവസം ഉണ്ടാവും മാൻ ഓഫ് ദി മാച്ച്. ഏതായാലും രോഹൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ കളി തുടരട്ടെ. ഇപ്പോൾ 250 ആയി, ഒരു സെഞ്ചുറി തൊട്ടടുത്തെത്തി. വളരെ സന്തോഷത്തോടെ അഭിനന്ദനങ്ങൾ. ഏതായാലും ഇത്ര മികച്ചൊരു ഇന്നിങ്സ് ഒരുപക്ഷെ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3-ൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിരുന്നു രോഹൻ കളിച്ചത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ജനം.